നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലയണൽ മെസ്സിയുടെ പ്രകടനം കണ്ടിട്ട് എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചാൽ എന്തു മറുപടി നിങ്ങൾ പറയും? സ്പീച്ച്ലെസ്, വാക്കുകളില്ല. എന്തു പറഞ്ഞ് അദ്ദേഹത്തെ ഞാൻ ഡിസ്ക്രൈബ് ചെയ്യും? ഇത് തന്നെയാണ് ഓരോ ഫുട്ബോൾ പ്രേമിക്കും തോന്നിയത് തന്നെയാണ് കളിക്ക് ശേഷം ലയണൽ സ്കലോനിയും പറഞ്ഞത്. മെസ്സിയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കെട്ടിപ്പിടിച്ച അതേ സ്കലോനി കളിക്ക് ശേഷം പറയുകയാണ്, ഐ ആം സ്പീച്ച്ലെസ്. മെസ്സിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ പറഞ്ഞ മറുപടിയാണ് ഐ ആം സ്പീച്ച്ലെസ്. ഞാൻ അദ്ദേഹത്തെ ഗ്രീറ്റ് ചെയ്തു കളി കഴിഞ്ഞിട്ട്. എന്നിട്ട് അദ്ദേഹത്തെ ഒന്ന് കിസ് ചെയ്തു ആ സമയത്ത്. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു. എനിക്കറിയില്ല എന്താണ് അദ്ദേഹത്തോട് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഗോളുകൾക്കപ്പുറം, അദ്ദേഹം നേടിയ ഗോളുകൾക്കപ്പുറം അദ്ദേഹം ഈ ടീമിന് കൊണ്ടുവരുന്ന ഒരു സംഗതിയുണ്ട്. അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. അദ്ദേഹം കളി നിർത്തുന്ന ദിവസം തീർച്ചയായിട്ടും ഞങ്ങൾ അദ്ദേഹത്തെ വല്ലാതെ മിസ് ചെയ്യും. ഇപ്പോൾ അദ്ദേഹം ഇവിടെയുള്ള സമയത്ത് നമ്മൾ അദ്ദേഹത്തിൻ്റെ പ്രകടനം എൻജോയ് ചെയ്യുക. കാരണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുകൂടി ഇതാ ലയണൽ സ്കലോനി പറയുന്നു. സ്കലോനി മാത്രമല്ല, അർജൻറ്റീനയുടെ ഓരോ താരങ്ങളും ഇത് തന്നെയാണ് പറയുന്നത്. അലക്സിസ് മാക്കലിസ്റ്റർ കളിക്ക് ശേഷം മെസ്സിയെക്കുറിച്ച് ചോദിച്ചു പറഞ്ഞ മറുപടി, ദർ ആർ നോ വേർഡ്സ് ടു ഡിസ്ക്രൈബ് ഹിം. അദ്ദേഹത്തെ പറ്റി ഡിസ്ക്രൈബ് ചെയ്യാൻ, വിവരിക്കാൻ വാക്കുകളില്ല. മെസ്സി എന്തു പറഞ്ഞ് ഞാൻ വിവരിക്കും എനിക്കറിയില്ല. മാക്കലിസ്റ്റർ വിശദീകരിച്ചു പറയുന്നു, ആരെങ്കിലും ഈ ടീം ലയണൽ മെസ്സി ഇല്ലെങ്കിൽ ബെറ്റർ ആകുമെന്ന് കരുതുന്നുണ്ടോ? അങ്ങനെ കരുതുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് അവർക്കത് വ്യക്തമായിട്ടുണ്ടാകും. ഈ ടീമിൽ മറ്റെല്ലാ താരത്തെക്കാളും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് പ്ലെയർ ലിയോ മെസ്സിയാണ്. ഞങ്ങളൊരു ടീം ബിൽഡ് ചെയ്തിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ചുറ്റുമാണ്. അദ്ദേഹത്തിന് വേണ്ടി ഉണ്ടാക്കിയ ടീമാണിത്. ഞങ്ങളിവിടെ കംഫർട്ടബിളാണ്. മെസ്സി ഉണ്ടാകുമ്പോൾ ഞങ്ങൾ കംഫർട്ടബിളാണ്. വി ആർ ഡൂയിങ് ദാറ്റ് നൗ ആൻഡ് ഹീ ഈസ് ഡൂയിങ് വെൽ. ഹീ ഈസ് ഹാപ്പി ആൻഡ് സ്കോറിങ് ഗോൾസ് എന്ന് അലക്സിസ് മാക്കലിസ്റ്റർ പറയുന്നെങ്കിൽ പിന്നാലെ മറ്റു താരങ്ങൾ ഓരോരുത്തരായിട്ട് ഇത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഡീബോൾ പറഞ്ഞ വാക്കുകൾ, ഡീബോൾ പറയുന്നത് ദർ ആർ നോ വേർഡ്സ് ഫോർ ലിയോ. ലിയോയെക്കുറിച്ചൊന്നും പറയാനില്ല. എന്ത് പറയാനാണെന്നേ. അദ്ദേഹം ഓൾറെഡി പറയേണ്ട കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞില്ലേ. നമുക്കിപ്പോൾ ആകെ ചെയ്യാനുള്ളത് എൻജോയ് ഇറ്റ് എ ലോട്ട്. ഒരു സിംഗിൾ മിനിറ്റ് പോലും അദ്ദേഹം ഈ ജേഴ്സിയിൽ കളിക്കുന്ന ഒരു സിംഗിൾ മിനിറ്റ് പോലും നമ്മൾ നഷ്ടപ്പെടുത്തരുത്. എൻജോയ് ചെയ്യുക. സമയം കടന്നു പോവുകയാണ്. പക്ഷേ മെസ്സി ഈ ടീമിന് നൽകുന്ന സന്തോഷമുണ്ടല്ലോ, അതേറെ വലുതാണ് എന്ന് റോദ്രിഗോ ഡീബോളും പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഒരേ സ്വരം, ഒരേ വാക്കുകൾ, സ്പീച്ച്ലെസ്, നോ വേർഡ്സ് ടു ഡിസ്ക്രൈബ് ലയണൽ മെസ്സി. എന്തു പറഞ്ഞാലും അത് ഉപരിപ്ലവമായിട്ട് മാത്രം പോകും. വീഡിയോ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കുറിച്ച് വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.